അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല മനുഷ്യന് സമ്പത്ത് നൽകിയത് ഒരിക്കലും അവനോടുള്ള ഒരു പ്രിയം കൊണ്ടല്ല, അവനെ പരീക്ഷിക്കാനാണ്. അവന് സമ്പത്ത് കൊടുത്തിട്ട് അള്ളാഹു അവനെ പരീക്ഷിക്കുന്നു. നല്ല കാര്യത്തിൽ ഇത് ചെലവഴിക്കുന്നുണ്ടോ എന്ന് നോക്കാനാണ് അള്ളാഹു തആല സമ്പത്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആ സമ്പത്ത് മുഴുവനും തനിക്ക് ഉപകരിക്കാനും അല്ല, അതിൽ കുറേ ആളുകൾക്ക് അല്ലാഹു തആല ബാധ്യതകൾ നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി ആ സമയത്ത് തന്നെ നിർവഹിക്കുന്നതിൽ ഒരു അലംഭാവവും സമ്പത്തുള്ളവനിൽ നിന്ന് ഉണ്ടാകാനും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, തസദ്ദഖു, നിങ്ങൾ ധർമ്മം കൊടുക്കുക, ഫൈന്ന സ്വദഖത ഫകാകും മിനന്നാർ, നിങ്ങളുടെ ധർമ്മം അത് നരകത്തിൽ നിന്നുള്ള നിങ്ങൾക്കൊരു മോചനത്തിനുള്ള കാരണമാണ്. അപ്പം സ്വതക്ക കൊണ്ട് നരകമോചനം ലഭിക്കുമെന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിച്ചത്. മറ്റൊരു ഹദീസിൽ പറയുന്നത്, അസ്വദഖതു തുംനഉ മീതത്തുസ്സൂ, ധർമ്മം ചെയ്താൽ മോശമായ അന്ത്യം തടയപ്പെടും, നല്ല ആഖിബത്ത് കിട്ടും ധർമ്മം കൊടുത്താൽ. മാത്രമല്ല, സ്വതക്ക ഖബറിൽ പോലും നമുക്ക് സംരക്ഷണം നൽകുന്നതാണ്. തൊബ്രാനി ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ പറയുന്നുണ്ട്, ഇന്ന സ്വതക്കത ലതുത്ഫു ബി അൻ അഖ്ലിക ഹറുൽ ഖുബൂർ, ഖബറാളികളുടെ ആ ഒരു വിഷമത്തിൽ നിന്ന് അതിൻ്റെ അഖിലുകാർക്കുണ്ടാകുന്ന പ്രയാസം ഇല്ലാതെയാകും. അപ്പം മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ധർമ്മം കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫലം അവർക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇനി ഭക്ഷണവും സ്വതക്ക ചെയ്യാം. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, മൻ അത്അമ അഖാഉൽ മുസ്ലിം ശഹ്വതഹു ഹറമഹുല്ലാഹു അലന്നാർ, ഒരു മുസ്ലിമായൊരു മനുഷ്യന് അവൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഭക്ഷണം സ്വതക്ക ചെയ്താൽ നരകം അല്ലാഹു തആല അവൻ്റെ മേൽ നിഷിദ്ധമാക്കും. ഇത് ഇമാം ബൈഹഖി രേഖപ്പെടുത്തുന്ന ഹദീസാണ്. അതുപോലെ വസ്ത്രവും കൊടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ മുസ്ലിം കസാ മുസ്ലിമൻ സൗബ ഇല്ലാ കാന ഫീ ഹിഫ്ലില്ലാഹി തആല മാ ദാമ അലൈഹി. അതായത്, ഒരു മനുഷ്യന്, ഒരു മുസ്ലിമിനൊരു വസ്ത്രം കൊടുത്താൽ അല്ലാഹു തആല മനുഷ്യനെ സംരക്ഷിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വെള്ളം കൊടുത്താലോ, വഅയ്യുമാ മുഅ്മിൻ സഖാ മുഅ്മിനൻ അലാ ളമാഇൻ സഖാ അല്ലാഹു യൗമൽ ഖിയാമ മിൻ റഹീഖിൽ മഖ്തൂം, റഹീഖിൽ മഖ്തൂം
എന്ന് പറയുന്ന ആ സ്വർഗീയമായ പാനീയത്തിൽ നിന്ന് നാളെ അവനിക്ക് കൊടുക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസാണ്, നിങ്ങൾ സ്വതക്ക ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഗുണം അള്ളാഹുവിൻ്റെ കാവൽ കിട്ടുമെന്നാണ്.